കേരളത്തിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം പറയാതെ ടുഡേയ്സ് ചാണക്യ UDF-ന് 60 മുതൽ 78 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം. LDF-ന് 55 മുതൽ 73 സീറ്റ് വരെ ലഭിക്കും. NDA 3 മുതൽ 11 സീറ്റുകൾ നേടുമെന്നും ടുഡേയ്സ് ചാണക്യ പ്രവചനം. സുമോദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. സുമോദ്, ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം ഒരു പക്ഷേ 78 സീറ്റ് വരെ എന്ന് UDF-ന് പറയുന്നു. അതേസമയത്ത് തന്നെയാണ് NDA 3 സീറ്റ് ഉറപ്പിക്കുന്നു, 11 സീറ്റ് വരെ നേടാം എന്നും പറയുന്നു. കഴിഞ്ഞ തവണ 93 മുതൽ 108 സീറ്റ് വരെ LDF നേടുമെന്ന് പ്രവചിച്ചതാണ് ടുഡേയ്സ് ചാണക്യ എന്നുകൂടി നമ്മൾ ഓർക്കുന്നു. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ കൂടുതൽ വരുമ്പോൾ UDF-ന് മുൻതൂക്കമുണ്ട്, എന്നാൽ പോലും ഒരു കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നുമില്ല. മഹേഷ് പല്ലൂർ, ഈ ടുഡേയ്സ് ചാണക്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ബംഗാളിൽ എല്ലാ തരത്തിലുള്ള ഏജൻസികളും അവർ BJP-ക്ക് പ്രവചനം നടത്തി കഴിഞ്ഞപ്പോൾ അവർ നേടും എന്ന് പ്രവചിച്ചപ്പോൾ TMC-ക്കാണ് അധികാരം വരാൻ പോകുന്നത് എന്ന് പ്രവചിച്ച് അത് ശരിയാക്കിയ ഒരു ഏജൻസി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസികൾക്കിടയിൽ ടുഡേയ്സ് ചാണക്യ വളരെയധികം ഒരു പ്രസക്തമായ ഒരു ഏജൻസി കൂടിയാണ്. അവരുടെ പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം, വോട്ടെടുപ്പിൻ്റെ ഒരു ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ ഈ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് അത് ആദ്യം ആസാമിൻ്റെ ആണ് പുറത്തുവിട്ടിരുന്നത്. അസമിൽ ഇപ്പോൾ BJP അധികാരത്തിൽ വരും എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു ബലാബലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു നേരിയ ഒരു മേൽക്കൈ UDF-ന് ഇവിടെ പ്രകടമാണ്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന തരത്തിലുള്ള ഒരു മേൽക്കൈ മാത്രമാണുള്ളത്. കാരണം അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ UDF-ന് 60 മുതൽ 78 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ LDF-ലേക്ക് വരികയാണെങ്കിൽ 55 മുതൽ 73 സീറ്റ് വരെ ലഭിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മറ്റു ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവചനം കൂടി ഇവിടെ നടത്തുന്നുണ്ട്. ആ പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ NDA-ക്ക് സീറ്റുകൾ ധാരാളമായി വാരിക്കോരി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് NDA-ക്ക് BJP-ക്ക് 3 മുതൽ 11 സീറ്റുകൾ വരെ നൽകും എന്ന രീതിയിലാണ് പറയുന്നത്. അത് ഒരുപക്ഷെ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് പോലും അല്ലെങ്കിൽ തൂക്ക് നിയമസഭയിലേക്ക് പോലും വഴിതെളിക്കാവുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രവചനമാണ് ടുഡേയ്സ് ചാണക്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, സുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് എക്സിറ്റ് പോളുകളിൽ നിന്നും വിഭിന്നമായ ഒരു പക്ഷേ പരമാവധി 78 സീറ്റുകൾ UDF-ന് ലഭിക്കും. പക്ഷേ 3 മുതൽ 11 സീറ്റ് വരെ NDA-ക്ക് എന്നുള്ളതാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം.